ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ A രാജയ്ക്ക് ആശ്വാസം. അഡ്വക്കേറ്റ് A രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് സുപ്രീം കോടതി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ പരാമർശം. വരാനിരിക്കുന്ന തലമുറയെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. വിശദമായ വാർത്തകളിലേക്ക്. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ A രാജയ്ക്ക് ആശ്വാസം. അഡ്വക്കേറ്റ് A രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് സുപ്രീം കോടതി. രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിയ ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി തള്ളിയത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് വിലയിരുത്തി ഹൈക്കോടതി 2023 മാർച്ചിലായിരുന്നു MLAയുടെ നിയമസഭാംഗത്വം റദ്ദാക്കിയത്. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ അഡ്വക്കേറ്റ് A രാജയ്ക്ക് ആശ്വാസം നൽകുന്ന ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. A രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചു. ഇതോടെ A രാജയ്ക്ക് MLA ആയി തുടരാം. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. രാജ ക്രിസ്തുമത വിശ്വാസിയാണെന്നും സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി എതിർ സ്ഥാനാർത്ഥിയായിരുന്ന UDFിലെ D കുമാറായിരുന്നു ഹർജി നൽകിയത്.
സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2023 മാർച്ച് 20 ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്ക് ഇടക്കാല സ്റ്റേ അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയം അസാധുവാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി തള്ളിയത്. എ രാജയ്ക്ക് പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിരുന്നെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 1950 മുമ്പ് കുടുംബം കുടിയേറിയതിന് രാജ നൽകിയ രേഖ കോടതി അംഗീകരിച്ചു. MLA എന്ന നിലയ്ക്കുള്ള ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയുള്ള ഹൈക്കോടതി വിധിക്കെതിരെ എ രാജ MLA നൽകിയ അപ്പീലാണ് ജഡ്ജിമാരായ എ അമാനുള്ള, PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവെന്ന് രാജ സുപ്രീം കോടതിയിൽ വാദിച്ചത്. 1950 മുൻപ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ടെന്നും രാജ വാദിച്ചിരുന്നു. തന്റെ മുത്തശ്ശി പുഷ്പം 1950 മുമ്പ് കേരളത്തിലെത്തിയതാണെന്ന് തെളിയിക്കാൻ എ രാജ ഹാജരാക്കിയ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖയും കേസിൽ നിർണായകമായി. സിറ്റി വിഷൻ, മൂന്നാർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ പരാമർശം. DCCയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു CP മാത്യു. കോൺഗ്രസിലെ നേതൃത്വ മാറ്റം CPMനെ സഹായിക്കാനാണെന്നാണ് DCC പ്രസിഡന്റ് CP മാത്യു ഉന്നയിച്ചത്. അഴിമതിക്കാർക്കും കുറ്റക്കാർക്കും തണലേകുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുമ്പോഴാണ് DCC പ്രസിഡന്റ് CP മാത്യു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിവാദ പരാമർശം നടത്തിയത്. ഈ സംസ്ഥാനം എങ്ങോട്ട് പോകും, കോൺഗ്രസിന്റെ പ്രവർത്തനം എങ്ങോട്ട് പോകുമെന്നതിനെ കുറിച്ച് സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സമരം നടക്കുന്നത് എന്നോട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഈ പുനഃസംഘടന എന്ന മുദ്രാവാക്യം ഉയർത്തി പാർട്ടി പ്രവർത്തകരെ കോൺഗ്രസിന്റെ ആയിരക്കണക്കിന് 10,000-കണക്കായ കാസർഗോഡ് മുതൽ പാലക്കാട് പാർട്ടി പ്രവർത്തകരെ നിരാശയിലാഴ്ത്താതെ കോൺഗ്രസിലെ നേതൃത്വ മാറ്റം പിണറായി വിജയനെ സഹായിക്കാനാണെന്നാണ് DCC പ്രസിഡന്റ് CP മാത്യു നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. നേതൃത്വം മാറ്റം തൽക്കാലം ആവശ്യമില്ലെന്ന തരത്തിലുള്ള സംസാരമാണ് CP മാത്യുവിൽ നിന്ന് ഉണ്ടായത്. കോൺഗ്രസിലെ A ഗ്രൂപ്പ് അടക്കമുള്ളവർ കാലങ്ങളായി കൈവശം വെച്ചു വരുന്ന കുത്തകയായ ഉന്നത സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള വേവലാതിയാണ് പരാമർശത്തിന് കാരണമെന്നാണ് സംസാരം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ഡോക്ടർ KC ജോസഫ് നിൽക്കുന്ന വേദിയിൽ ഇത്തരമൊരു പരാമർശമുണ്ടായത് അനവസരത്തിലെന്ന് മറ്റ് നേതാക്കളും പ്രവർത്തകരും വിലയിരുത്തി. എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് നേതാക്കളാരും തയ്യാറായില്ല. സിറ്റി വിഷൻ, ഇടുക്കി. വരാനിരിക്കുന്ന തലമുറയെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. അരങ്ങ് എന്ന പേരിൽ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന സർഗോത്സവത്തിന്റെ ജില്ലാതല മത്സരത്തിന്റെ സ്റ്റേജ് ഇനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തെറ്റ് ഏറ്റുപറയുക, അത് സമ്മതിക്കുക, അതിലൂടെ അത് സമൂഹത്തിന് മാതൃകയായി മാറ്റുക എന്നതാണ് വേടൻ ചെയ്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആധുനിക കാലത്തെ മാനസികാരോഗ്യ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി അരങ്ങ് എന്ന പേരിൽ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന സർഗോത്സവത്തിന്റെ ജില്ലാതല മത്സരമാണ് കട്ടപ്പനയിൽ നടന്നത്. പരിപാടി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ താഴെത്തലങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എത്തിക്കുന്നതിനൊപ്പം അത് നേട്ടങ്ങളാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ കുടുംബശ്രീയുടെ മാതൃകാപരമായ നടപടികളാണ്. കലാകായിക രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ബോധവൽക്കരണങ്ങൾ നൽകുന്നതിനും കുടുംബശ്രീക്ക് സാധിക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നല്ല രീതിയിൽ തുടരണം. വരാനിരിക്കുന്ന തലമുറ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എല്ലാം കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. യുവതലമുറയും കുട്ടികളും ലഹരിയിലേക്കും സാമൂഹ്യ തിന്മകളിലേക്കും കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ്. അതിനെതിരെ സൂക്ഷ്മ നിരീക്ഷണം വേണ്ടിയിരിക്കുന്നു. ഒരു തെറ്റ് ഏറ്റുപറയുക, അത് സമ്മതിക്കുക, അതിലൂടെ അത് സമൂഹത്തിന് മാതൃകയാക്കി മാറ്റുക. അതിൽ കൂടുതൽ മറ്റൊരു നന്മയും കലാവിരുന്നും ഇല്ലെന്നും അതാണ് വേടൻ സർക്കാർ പരിപാടിയിൽ പാടട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വേടൻ ഒരു തെറ്റ് ചെയ്തു.
ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പൊതുസമൂഹത്തോട് സമ്മതിച്ചു. ഞാനിത് ഉപയോഗിക്കില്ല, പുകവലി നടത്തില്ല എന്ന് വേണം പരസ്യമായി പ്രഖ്യാപിച്ചു. ഒരു തെറ്റേറ്റു പറയുക, അത് സമ്മതിക്കുക, അതിലൂടെ അത് സമൂഹത്തിന് മാതൃകയാക്കി മാറ്റുക. അതിൽ കൂടി വലിയ നന്മയും കലാവിരുന്നും വേറെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് സംഘാടക സമിതിയും ഞങ്ങളും വേടൻ പറയട്ടെ എന്ന് വിചാരിച്ചത്. വലിയൊരു അനുഭവമായി ഇത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് ആസ്വദിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചേർത്ത് വെക്കുന്ന കലാരംഗത്തെ മാറ്റങ്ങളിൽ ശ്രദ്ധേയമാകുന്ന പ്രവർത്തനങ്ങളെ കാണുന്ന ഒരു സമൂഹത്തിൽ കുടുംബശ്രീയുടെ ADSഉം CDSഉം ബ്ലോക്കും പഞ്ചായത്ത് ജില്ലാതലത്തിലുമെല്ലാം മത്സരിച്ച് കടന്നു വന്നിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ നിമിഷമാണിത്. നിങ്ങൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും ഞാൻ നേരട്ടെ. കുടുംബശ്രീ കലോത്സവത്തിൽ നിരവധി കലാപ്രതിഭകൾ അരങ്ങേറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. സിനിമാ താരം ഗായത്രി വർഷ മുഖ്യ അതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, CDS ചെയർപേഴ്സൺമാരായ രത്നമ്മ സുരേന്ദ്രൻ, ഷൈനി ജിജി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MC ബിജു, ADMC ഷിബുജി, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളെയും ഓക്സിലറി അംഗങ്ങളെയും ഉൾപ്പെടുത്തി ജൂനിയർ സീനിയർ തലങ്ങളിൽ 41 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. ADS, CDS, കസ്റ്റർ തലങ്ങളെ മത്സരങ്ങളിൽ വിജയിച്ചെത്തുന്നവരാണ് ജില്ലാതല മാറ്റുരയ്ക്കുന്നത്. ജില്ലാതല വിജയികൾ 24 മുതൽ 26 വരെ കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന തലത്തിൽ മത്സരിക്കും. സിറ്റി വിഷൻ, കട്ടപ്പന. വേനൽത്തുമ്പി കലാജാഥയ്ക്ക് NRCTയിൽ സ്വീകരണം നൽകി. ബാലസംഘം രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വേനൽത്തുമ്പി കലാജാഥയ്ക്കാണ് NRCTയിൽ സ്വീകരണം നൽകിയത്. ബാലസംഘം രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വേനൽത്തുമ്പി കലാജാഥയ്ക്ക് NRCTയിൽ സ്വീകരണം നൽകി. പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൻ സമത്വസുന്ദര നവലോകം എന്ന ബാലസംഘത്തിന്റെ മുദ്രാവാക്യമുയർത്തി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ആനുകാലിക വിഷയങ്ങൾ ലഘുനാടകങ്ങളുടെയും സംഗീത ശില്പങ്ങളുടെയും രൂപത്തിൽ ബാലോത്സവ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വേനൽത്തുമ്പികൾ സമ്പാദിക്കുന്നത്. സമകാലിക സംഭവ വികാസങ്ങളെ പ്രമേയമാക്കി ദൃശ്യാവിഷ്കാരങ്ങളിലൂടെയും നൃത്തശില്പങ്ങളിലൂടെയും വർഗീയതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് വേനൽത്തുമ്പി കലാജാഥയിലൂടെ ബാലസംഘം നടത്തുന്നത്. മെയ് 6-ാം തീയതി രാജകുമാരിയിൽ നിന്നും ആരംഭിച്ച വേനൽത്തുമ്പി കലാജാഥയ്ക്ക് രാജാക്കാട് ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകുന്ന സ്വീകരണങ്ങൾക്ക് ശേഷം 7-ാം തീയതി മുനിയറയിൽ സമാപിക്കും. ബദൽ വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയാണ് ബാലസംഘം. ആ ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 210 ഏരിയകളിലായി ഏതാണ്ട് 5000-ഓളം വരുന്ന കുട്ടി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വേനലവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽത്തുമ്പി എന്ന് പറയുന്ന ഒരു കലാ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ വേനൽത്തുമ്പി കലാജാഥ. ബൈസൺ വാലിയിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് NRCTയിൽ സ്വീകരണം നൽകിയ ശേഷം രാജാക്കാട് സമാപിച്ചു. കലാജാഥയ്ക്ക് ബാലസംഘം ഏരിയ പ്രസിഡന്റ് ഫിദൽ അനീഷ്, സെക്രട്ടറി കൃഷ്ണ ബൈജു, ഏരിയ കൺവീനർ MO അജിത്, കോർഡിനേറ്റർ ഷിനി സജീവൻ, ബാലസംഘം ജില്ലാ കൺവീനർ PK രാജു, MM വിശ്വംഭരൻ, KK തങ്കച്ചൻ, അംബുരാജ്, ജീൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച ഹോട്ടൽ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പച്ചക്കറി മാർക്കറ്റിനുള്ളിലെ സിറ്റി ഹോട്ടലിനെതിരെയാണ് നടപടി സ്വീകരിച്ചത്. മലിനജലം ഒഴുകുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹോട്ടലിലെ ശുചിത്വമില്ലായ്മ കണ്ടെത്തിയത്. മലിനജലം പൊതുനിരത്തിലേക്ക് ഒഴുക്കുന്നു എന്ന് കാണിച്ച നഗരസഭാ സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷന് സമീപമാണ് മലിനജലം റോഡിലേക്ക് പൈപ്പിലൂടെ ഒഴുകിയെത്തിയിരുന്നത്. ഇവിടെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നാണെന്ന് സംശയമുയർന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തിയത്. ഇന്ന് രാവിലെ കട്ടപ്പന നഗരസഭയിലെ സെക്രട്ടറിക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ പരിശോധനയിൽ ഒരു കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള മലിനജലവും മറ്റും
പൊതുജനത്തിന് ശല്യമാകത്തക്ക രീതിയിൽ ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ ഹോട്ടൽ പരിശോധന നടത്തിയതിൽ ഹോട്ടലിൻ്റെ കിച്ചൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വളരെ വൃത്തിഹീനമായി കണ്ടു. അപ്പോൾ ഇതേ ഹോട്ടലിന് നമ്മൾ മുമ്പ് ഒരു ദിവസം 2 ദിവസം അടപ്പിച്ചിടുകയും വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം തുറന്നു കൊടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഹോട്ടലിന്റെ അടുക്കളയുടെ പിൻഭാഗത്തുകൂടി മലിനജലം ഒഴുകുന്നുണ്ട്. ഇവിടെ നിന്ന് വലിയ തോതിൽ ദുർഗന്ധവും വിമിക്കുകയാണ്. ഇതിനോടൊപ്പം തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കളയുടെ പ്രവർത്തനം. പഴകിയ എണ്ണയടക്കമാണ് ഉപയോഗിക്കുന്നതെന്നാണ് നിഗമനം. അതോടൊപ്പം പരിസരങ്ങൾ തീർത്തും വൃത്തിഹീനമാണ്. തുറസായ സ്ഥലങ്ങളിലാണ് മാവ് ഉൾപ്പെടെയുള്ളവ കുഴയ്ക്കുന്നത്. ഇവിടെയുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ നഗരസഭ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു. കൂടാതെ ഹോട്ടലിൽ ശുചീകരണം നടത്തി പരിശോധന നടന്ന ശേഷമേ തുറക്കാവൂ എന്ന നിർദ്ദേശം നൽകി സ്ഥാപനം അടുപ്പിച്ചു. ഹോട്ടലിനെതിരെ കേരള മുനിസിപ്പൽ ആക്ട് 337 പ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. നഗരത്തിലെ ഹോട്ടലുകൾ ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും പരിശോധന ശക്തമാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. അതോടൊപ്പം പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ എല്ലാ ഹോട്ടലുകളും 100% ശുചിത്വം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ, കട്ടപ്പന. ഓട്ടോയുടെ പുറകിൽ ബൈക്കിടിച്ച യുവാവിന് ദാരുണാന്ത്യം. വാഹനത്തിന് പിന്നിൽ ബൈക്കിടിച്ച യുവാവ് മരിച്ചു. ഇടുക്കി ചെറുതോണി കീരിത്തോട്ടിൽ തൊമരാക്കുഴി അജിയുടെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:15 അപകടം. മുന്നിൽ പോകുകയായിരുന്ന വാഹനം ഇൻഡിക്കേറ്റർ ഇടാതെ വലതുഭാഗത്തേക്ക് തിരിക്കുകയും പിന്നാലെ എത്തിയ വിഷ്ണുവിന്റെ ബൈക്ക് വാഹനത്തിൽ ഇടിച്ചു മറിയുകയുമായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഗുരുതര പരിക്കേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുവിന്റെ മൂത്ത സഹോദരൻ ശ്യാംകുമാറും ബൈക്ക് അപകടത്തിൽ മരിച്ചിരുന്നു. പുഷ്പയാണ് അമ്മ. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇനിയൊരു ഇടവേള. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സിനായിരിക്കും. ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തീർത്ത് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. Contact 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി തുടർ പരിപാലനമില്ലാതെ നശിക്കുന്നു. പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു.
ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ്. രാത്രികാലത്ത് അടിമാലി ടൗണിനെയാകെ പ്രകാശപൂരിതമാക്കാനും ടൗണിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടതോടെ പദ്ധതിക്ക് വേണ്ടുന്ന തുടർ പരിപാലനം ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു. ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ്. അടിമാലി ഗ്രാമപഞ്ചായത്ത് വളരെ വലിയ പ്രചാരണം കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് അടിമാലിയുടെ സൗന്ദര്യവൽക്കരണം. സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി അടിമാലിയിലെ റോഡുകളുടെ അരികിൽ കൂടിയെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകൾ പിടിപ്പിക്കുകയും ആ സ്ട്രീറ്റ് ലൈറ്റിനോടനുബന്ധിച്ച് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പൂച്ചട്ടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് മനോഹരമാക്കാനുള്ള പദ്ധതിയായിരുന്നു അത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞ് കുറച്ചു കാലത്തേക്ക് അതെല്ലാം ഇരുന്നു. പക്ഷേ പിന്നീടത് മറ്റ് ഗ്രാമപഞ്ചായത്തുകളെല്ലാം ചെയ്യാറുള്ളത് പോലെ ഇതും വളരെ മോശപ്പെട്ട രീതിയിൽ അതിന് പരിപാലനമില്ലാത്തതുകൊണ്ട് അതെല്ലാം നശിച്ചു പോയി. ടൗണിന്റെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും വിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളിൽ അലങ്കാര ചെടികളും വേസ്റ്റ് ബോക്സും ഘടിപ്പിച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ 84ഓളം വഴിവിളക്കുകളും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ വേസ്റ്റ് ബോക്സുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സോളാർ എനർജിയിലൂടെയാണ് ലൈറ്റുകളുടെ പ്രവർത്തനം. രാത്രികാലത്ത് വൈദ്യുതി തടസ്സമുണ്ടായാലും ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ ഇത് സഹായിക്കും. ഈ പദ്ധതിയാണിപ്പോൾ തുടർ പരിപാലനത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിൽ എത്തിയിട്ടുള്ളത്. പദ്ധതി നാമാവശേഷമായാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പദ്ധതിയുടെ തുടർ പരിപാലനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. വിവാദങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ വേടന് വേദിയൊരുക്കി സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കിയിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിലാണ് വേടന്റെ റാപ്പ് ഷോ അരങ്ങേറിയത്. ചില കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആകാതിരിക്കണമെന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നെന്നും തന്റെ നല്ല ശീലങ്ങൾ കണ്ട് പഠിക്കണമെന്നും വേടൻ വേദിയിൽ പറഞ്ഞു. തനിക്ക് ചില തെറ്റുകൾ പറ്റിയെന്ന് ഏറ്റുപറഞ്ഞ വേടന്റെ തിരിച്ചുവരവിന് വേദിയൊരുക്കിയത് സംസ്ഥാന സർക്കാർ തന്നെ. മലയോരത്തിന്റെ മണ്ണിലേക്കെത്തിയ വേടനെ വരവേൽക്കാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ആരാധകരുടെ സിരകളിൽ അഗ്നി പടർത്തി വേടനൊരു തീയായി വേദിയിൽ കത്തിനിന്നു. വേടന്റെ ചില കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആകാതിരിക്കണമെന്നും തനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നുവെന്നും തന്റെ നല്ല ശീലങ്ങൾ കണ്ടുപഠിക്കണമെന്നും വേടൻ വേദിയിൽ പറഞ്ഞു. വേടൻ ഒരു പാർട്ടിയുടെയും ആളല്ലെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനും നന്ദിയുണ്ടെന്നും വേടൻ ചരിത്രം പഠിക്കാനുള്ളതാണെന്നും ചരിത്രം സൃഷ്ടിച്ചവരെ മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തി. വേടൻ ജനസാഗരങ്ങൾക്ക് നടുവിലെ വേദിയിൽ നിറഞ്ഞു നിന്നു പാടി. ഒടുവിൽ ഹർഷാരവത്തോടെ വരവേറ്റ ആരാധകരെ നോക്കി 10,000 കൂടുന്ന വേദിയിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്ന് പറഞ്ഞാണ് വേടൻ മടങ്ങിയത്. സിറ്റി വിഷൻ, ഇടുക്കി. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ പരാതിക്കാരനായ ഡി കുമാറിന്റെ പ്രതികരണം. തെളിവുകൾ കൃത്യമായി സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഹൈക്കോടതിയിൽ എ രാജയ്ക്കെതിരെ വ്യക്തമായ രേഖകൾ നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടായത്. പക്ഷേ ഹൈക്കോടതിയിൽ നൽകിയ തെളിവുകൾ സുപ്രീം കോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണ്. രാജ പട്ടികജാതിക്കാരൻ അല്ല എന്നതിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്.
അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ഡി കുമാർ പ്രതികരിച്ചു. സുപ്രീം കോടതി വിധി ഞാൻ കൊടുത്ത തെളിവ് കൃത്യമായി അത് നിരീക്ഷിച്ചോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഹൈക്കോടതിയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കേസ് രാജയ്ക്കെതിരെ കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായ രേഖകളൊപ്പം ആണ് ഞാൻ കൊടുത്തത്. അങ്ങയുടെ കുടുംബം കുണ്ടല എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ CSI പള്ളിയിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഞാൻ അവസാനം എടുത്തതാണ്. അതിൻ്റെ തെളിവ് സഹിതം അവിടെ കൊടുത്തു. അങ്ങയുടെ മാരേജിൻ്റെ ഫോട്ടോ സഹിതം അതിൻ്റെ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വളരെ വ്യക്തമായി വിധി പറഞ്ഞത്. വേടനൊപ്പം സർക്കാരും പൊതുജനങ്ങളും. ഇടുക്കിയിലെ പരിപാടിയോടുകൂടി വേടന് പുതിയ മുഖം ലഭിക്കും. തെറ്റ് ഏറ്റുപറയാനുള്ള മനസ്സാണ് വേടനെ വ്യത്യസ്തനാക്കിയത്. ആരും പൂർണ്ണനല്ല. വേടൻ തിരുത്താൻ തയ്യാറായി തന്നെ മാതൃകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. കേസിന്റെ കാര്യം വഴിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. കേസിനപ്പുറമാണല്ലോ. അപ്പൊ കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യം ഔട്ട് ഓഫ് കോർട്ട് ചില ഡിസ്കഷൻസ് നടത്തി തീർത്താൽ കോടതി എതിർക്കാനില്ലല്ലോ. ബഹുജനങ്ങളുടെയും സാധാരണക്കാരുടെ അക്സെപ്റ്റൻസ് ആണല്ലോ നോക്കുന്നത്. ആ അക്സെപ്റ്റൻസ് കിട്ടാൻ കാരണമായത് വേടൻ നടത്തിയ പ്രസ്താവനയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനത് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ പൊതുജനത്തോടും സമൂഹത്തോടും പറഞ്ഞാൽ അതിൽ കൂടി വലിയ തിരുത്തലെന്തുണ്ട്? അതുകൊണ്ട് അതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണാനുള്ള ജിജ്ഞാസയാണ് എനിക്കുള്ളത്. അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ. നമ്മൾ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കട്ടെ. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഈ മെസ്സേജ് വലിയൊരു പാഠമായി തീരും. അതുകൊണ്ട് തന്നെ ഇത് ഇടുക്കിയിൽ വെച്ച് നടക്കുന്നതിലുള്ള സംതൃപ്തി എനിക്കുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എ രാജയ്ക്ക് ആശ്വാസം. അഡ്വക്കേറ്റ് എ രാജയ്ക്ക് MLA ആയി തുടരാമെന്ന് സുപ്രീം കോടതി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ പരാമർശം. വരാനിരിക്കുന്ന തലമുറയെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്.
ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.